സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ മീറ്റിയോർ 650 ആണ്. അതായത് അവരുടെ 1 ഇഞ്ച് വെച്ച് 10 വണ്ടി എന്നുള്ള പദ്ധതിയിലെ 3ാമത്തെ വണ്ടി. അതായത് നമ്മുടെ ഇൻ്റർസെപ്റ്റർ 650, കോണ്ടിനെൻ്റൽ GT 650 ഈ 2 വണ്ടിക്ക് ശേഷം അവരിറക്കിയിരിക്കുന്ന 650cc പാരലൽ ട്വിൻ എൻജിൻ വണ്ടിയാണ് നമ്മുടെ മീറ്റിയോർ 650. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സെയിം ആ എൻജിൻ തന്നെയാണ്. അതായത് 648cc 47 bhpയും 53 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന പാരലൽ ട്വിൻ എൻജിനാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. സെയിം എൻജിനാണ് നമ്മുടെ ഇൻ്റർസെപ്റ്ററൊക്കെ ആയിട്ട്, പക്ഷേ ചെറിയ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഇതൊരു പക്ക ഒരു ക്രൂയിസർ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ വണ്ടിയുടെ ഒരു റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു പക്ക ക്രൂയിസറാണ് വണ്ടി. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഇതുപോലുള്ള ഹൈവേയിൽ നമുക്കിങ്ങനെ കിടന്നിരുന്നങ്ങ് പോവാം, അങ്ങനത്തെ ഒരു പൊസിഷനാണ്. ഇപ്പോൾ ഈ ഹാൻഡിൽ ബാർ കണ്ടില്ലേ, ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് വന്നേക്കണത്. ഭയങ്കര സ്ട്രൈറ്റ് ആണ്, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. ഇതുപോലുള്ള ഹൈവേസിൽ ക്രൂയിസ് ചെയ്ത് പോകാനായിട്ട് ഒരു രക്ഷയില്ലാത്ത കംഫർട്ടാണ്. പിന്നെ ഈ ഒരു സ്വിച്ച് ഗിയേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രീമിയം ക്വാളിറ്റി സ്വിച്ച് ഗിയേഴ്സാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് എഞ്ചിൻ ഓഫും സ്റ്റാർട്ടും പിന്നെ അതുപോലെ തന്നെ ഹസാർഡിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ ഈ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ, ഹോണ്, അതുപോലെ തന്നെ ഡിംബ്, ബ്രൈറ്റ്, പാസ്, പിന്നെ അതുപോലെ ഇതിൻ്റെ ബാക്കിലായിട്ട് ആ ഒരു ഇൻഫോ സ്വിച്ച് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു മീറ്ററിനകത്ത് നമുക്കുള്ള സംഭവങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒരു ഓൾമോസ്റ്റ് ഒരു 1600 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഷോറൂമിൽ നിന്ന് തന്ന വണ്ടിയൊന്നുമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പെർഫോമൻസ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല, കാരണം ഒരു സ്റ്റോക്ക് വണ്ടിയുടെ പെർഫോമൻസ് അല്ല ഇതിന്. കാരണം ഈ വണ്ടി ഫുള്ളി ലോഡഡ് ആണ്. അതായത് പോട്രോണിക്സ് ഉണ്ട്, ഫ്യൂൽ എക്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഒരുപാട് ആഡ് ഓൺസ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ പെർഫോമൻസ് എനിക്ക് നമുക്ക് ഈ റോഡിൽ ഓടിച്ച് കാണിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം സ്റ്റോക്കിനേക്കാളും കൂടുതൽ പെർഫോമൻസ് ഇതിനുണ്ട് ഇപ്പോൾ. കാരണം ഫ്യൂൽ എക്സ് ഉണ്ട്, പോട്രോണിക്സ് ഉണ്ട്. പിന്നെ അടുത്തത് സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഷോവയുടെ സസ്പെൻഷനാണ് വരുന്നത്. അതായത് 43 mm USD ഫോക്സ് ആണ് വരുന്നത്. ഏകദേശം 120 mm ആണ് ട്രാവൽ വരുന്നത്. പിന്നെ ബാക്ക് സസ്പെൻഷൻ ഓൾമോസ്റ്റ് ഒരു 101 mm ആണ് ട്രാവൽ വരുന്നത്. എന്താണത്, ട്വിൻ സസ്പെൻഷനാണ് വരുന്നത്. അതായത് 2 സൈഡിലും കൂടിയാണ് വരുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ്റെ കാര്യമാണ്. ഇതുപോലുള്ള റോഡിൽ ഹൈവേസിൽ ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. പക്ഷേ ചെറിയ ചെറിയ പമ്പി ആയിട്ടുള്ള റോഡ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല പോലെ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ഇച്ചിരി ഹാർഡാന്ന് തന്നെ പറയണം. പക്ഷേ ഇതുപോലുള്ള ഹൈവേയിൽ സാധനം വേറെ മൂഡാണ്. ഗട്ടറുള്ള റോഡിലാണ് പ്രശ്നം. പിന്നെ ബ്രേക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സാണ് വരുന്നത്. ഫ്രണ്ടിൽ 320 mm റോട്ടറും ബാക്കിൽ 300 mm റോട്ടറുമാണ് വരുന്നത്. ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. പിന്നെ ഈ വണ്ടിക്ക് സ്ലിപ്പർ ക്ലച്ച് അസിസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ ക്ലച്ച് കുറച്ചുകൂടി ലൈറ്റാണ്, കാരണം ഇതിനകത്ത് മറ്റേ ഈസി ക്ലച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് വരുന്ന വണ്ടിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ഫീലാണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മിറേഴ്സൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് മിറേഴ്സാണ്. റോയൽ എൻഫീൽഡിന് തന്നെ മിറേഴ്സാണ്. വേറെ വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ അത്യാവശ്യം എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല കേട്ടോ. അത്രയ്ക്ക് കംഫർട്ടബിളാണ്. പിന്നെ ആക്സസറീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-25 ആക്സസറീസ് ആഡ് ഓൺസ് റോയൽ എൻഫീൽഡ് തന്നെ ഇറക്കുന്നുണ്ട്, കമ്പനി ആക്സസറി ആയിട്ട്. ഓൾമോസ്റ്റ് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അതുപോലെ തന്നെ പുറത്തും ഈ വണ്ടിയുടെ ഒരുപാട് ആക്സസറീസ് അവൈലബിൾ ആണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വൈസർ ആഡ് ഓൺ ആണ്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ആക്സസറിയാണ്. ഇതിന് ആക്ച്വലി 3 മോഡൽസ് വരുന്നുണ്ട്. അപ്പോൾ ഈ മോഡലിന് ആക്ച്വലി ഇത് ഇൻട്രസ്റ്റെല്ലാർ എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന് ആക്ച്വലി ഈ വൈസർ വരുന്നില്ല, ഇതിപ്പോൾ എക്സ്ട്രാ ആഡ് ഓൺ വെച്ചേക്കുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വൈസർ വെക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം ഇതുണ്ടായിട്ടും ഇപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഈ നമ്മുടെ ഈ ഹെൽമെറ്റിൻ്റെ ഒരു ഭാഗത്ത് ഭയങ്കര ടർബുലൻസ് ക്രിയേറ്റ് ചെയ്തേക്കണ പോലത്തെ ഒരു എഫക്റ്റാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, കാറ്റ് പിടിക്കുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് 241 കിലോ ഉണ്ട്. ആ 241 കിലോ നമുക്ക് ഈ വണ്ടി ഓട്ടിക്കുമ്പോൾ അറിയാൻ പറ്റില്ല, കാരണം വണ്ടി ഭയങ്കര കംഫർട്ടബിളാണ്. നമ്മൾ ഈ ട്രാഫിക്കിൽ കാര്യങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകുമ്പോഴും ഇങ്ങനെ നിർത്തിയിട്ടൊക്കെ എടുക്കുമ്പോഴൊക്കെ ഉന്താനും തള്ളാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ഇതിൻ്റെ പൊസിഷൻ കണ്ട, ലെഗ് പൊസിഷൻ കണ്ട, കുറച്ച് ഫ്രണ്ടിലോട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കുറച്ച് ഇരുന്ന് കിടന്ന് പോണ പോലത്തെ ഒരു ഫീലാണ്.
വണ്ടി ഇങ്ങനെ ചുമ്മാ ജെറ്റ് കണക്കിന് വണ്ടി ഇങ്ങനെ പോവും. ഞാൻ സ്പീഡ് കയറ്റുന്നില്ല. ഇപ്പം ഉണ്ടല്ലോ, ഇപ്പം ഇത്ര കയറിയപ്പോൾ തന്നെ ഈ ഇതുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. കൂടി ഹൈറ്റ് കുറവുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ എനിക്ക് ഹെൽമെറ്റിലോട്ട് ഭയങ്കര കാറ്റടിച്ചിട്ടേ ഒരു രക്ഷയില്ല. ഈ സാധനം കാരണമാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല. കണ്ട ഇപ്പം ആ ചാട്ടമൊക്കെ ബാക്കിൽ ഞാൻ നല്ലപോലെ അറിഞ്ഞിട്ടാ. എൻ്റെ അമ്മേ, ആ സാധനമൊക്കെ നല്ലോണം കിട്ടിയിട്ടാ. ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു ഫ്രണ്ടിൻ്റെ ആ കംഫർട്ട് ഒരിക്കലും ബാക്കിൽ കിട്ടുന്നില്ല എന്ന് തന്നെ പറയണം. അപ്പോൾ ഇതുപോലത്തെ നല്ല ഹൈവേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സാധനം സെറ്റാണ്. ഗട്ടറുള്ള റോഡുകളിലാണ് പ്രശ്നം. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലോ ആൻഡ് ടോർക്കും അതുപോലെ തന്നെ വലിച്ചെടുത്ത് പോണ രീതിയിലുള്ളൊരു പെർഫോമൻസാണ് ഈ വണ്ടിക്ക്. കാരണം നമുക്ക് ആ ഓരോ ഗിയറിലും നമുക്ക് മാക്സിമം വണ്ടി വലിപ്പിക്കാം. 6 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. എന്താ പറയുക, നല്ല ഭയങ്കര കംഫർട്ടബിളാണ് വണ്ടി. കാരണം വൈബ്രേഷൻ ഇല്ല, അതാണ് ഏറ്റവും വലിയ സംഭവം. ഈ റോയൽ എൻഫീൽഡിൻ്റെ ചിത്തപ്പേര് തന്നെ വൈബ്രേഷനാണല്ലോ, അതറിയാം. പക്ഷേ ഈ ഒരു വണ്ടി ഭയങ്കര കംഫർട്ടബിളാണ്. വൈബ്രേഷൻ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. എനിക്കിപ്പോൾ മിററൊക്കെ നോക്കി കഴിഞ്ഞാൽ കണ്ടില്ല, നല്ല സ്റ്റേബിളായിട്ടാണ് നിൽക്കണേ. ഒരു റോയൽ എൻഫീൽഡിൻ്റെ മിറർ ഇതുപോലെ വൈബ്രേഷൻ ഒന്നും കാണാണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. പക്ഷേ ഓവറോൾ വണ്ടി അടിപൊളിയാണ്. പക്ഷേ ഈ വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അതായത് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് തന്നെ എടുക്കണം. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടിക്ക് 241 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വണ്ടി നല്ല കംഫർട്ടബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഈ അവഞ്ചർ പോലുള്ള വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു അപ്ഗ്രേഡ് ആണ്. എന്തായാലും ഈ വണ്ടി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾ ഈ വണ്ടി സെലക്ട് ചെയ്യാവൂ. കാരണം 241 കിലോ വരുന്നുണ്ട് ഈ വണ്ടി. അത് എല്ലാവർക്കും ഈസി ഹാൻഡ്ലിങ് ആവണമെന്നില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രത്യേകിച്ച് ട്രാഫിക്കിലൊന്ന് ഓടിച്ചു നോക്കണം. കാരണം നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് അറിയണം. പിന്നെ സീറ്റ് ഹൈറ്റൊക്കെ അത്യാവശ്യം കുറവാണ്. ഏതാണ്ട് 720 mm എന്തോന്ന് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഫ്ലാറ്റ് ഫുട്ടായിരിക്കും. ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് ഫ്ലാറ്റ് ഫുട്ടേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ വെയിറ്റ് ഇപ്പോൾ ഈ ട്രാഫിക്കിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വണ്ടിക്ക് നല്ല നീട്ടവുമുണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്നൊന്നും കയ്യിലാവണമെന്നില്ല ഇതുപോലെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ വണ്ടിയായിട്ട് സിങ്കാവും. പിന്നെ ഈ ഒരു വ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ മീറ്റർ കൺസോൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മറ്റേ ട്രിപ്പ് നാവിഗേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറേ കണക്ഷനും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബ്രേക്സ് ഞാൻ പറഞ്ഞല്ലോ, വൈബ്രയുടെ കാലിപ്പർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബ്രേക്സാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വണ്ടി വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടാണെങ്കിലും ബാക്കാണെങ്കിലും ഒരേപോലത്തെ ഒരു പെർഫോമൻസ് തന്നെ ബ്രേക്സ് നമുക്ക് തരുന്നുണ്ട്. അതിലെനിക്ക് തോന്നുന്നത് ബാക്കാണ് കുറച്ചും കൂടി പവർഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്ക് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സാധനം കിട്ടുന്നുണ്ട്. കാരണം ഇതുപോലുള്ള വണ്ടികൾക്ക് കൂടുതലും ബാക്ക് ബ്രേക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. കാരണം ഇത്രയും ലെങ്ത്തുള്ള വണ്ടി ആയതുകൊണ്ടും ഈ ഒരു ക്രൂയിസർ കൈൻഡ് ഓഫ് വണ്ടികൾക്കൊക്കെ നമുക്ക് ബാക്ക് ബ്രേക്കിനാണ് കൂടുതൽ എന്താ പറയുക, ഒരു 70% ബാക്ക്, ഫ്രണ്ട് 30 എന്നുള്ള രീതിയിലുള്ളൊരു ഇതാണ് ക്രൂയിസർ വണ്ടികൾക്ക് വരാം. ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഇതിൻ്റെ ബ്രേക്കിന് എന്തായാലും കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കിടക്കുന്ന ടയേഴ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. സിയറ്റിൻ്റെ ടയേഴ്സാണ്. കുറച്ചും കൂടി നല്ല കോമ്പൗണ്ടുള്ള ടയേഴ്സ് ഇത് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഈ വണ്ടി ഒന്നും കൂടി കംഫർട്ടബിൾ ആയാലേ ഓടിക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ചുമ്മാ ക്രൂസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി 80-ലാണ് പോണത്. ഒരു സ്ട്രെസ്സും ഇല്ല, ഒന്നുമില്ല. നല്ല കംഫർട്ടബിളായിട്ടാണ് വണ്ടി പോണത്. അതെന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ. എന്തായാലും റോയൽ എൻഫീൽഡ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ അവരുടെ ഇറങ്ങിയേക്കുന്ന വണ്ടികളെല്ലാം വേറെ ലെവൽ സാധനങ്ങളാണ്, പണ്ടത്തെ പോലെ ഒന്നുമല്ല. സോ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. റോയൽ എൻഫീൽഡ് ഒരുപാട് ഇവോൾവ് ആയിട്ടുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞൊരു ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് ഓടിക്കുന്ന ഒരു ഫീലുണ്ട്. കാരണം ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ല ടോപ്പാണ്. 1-2 കാര്യങ്ങൾ മാത്രമേ ചെറിയ മൈന്യൂട്ട് ഇഷ്യൂസ് മാത്രമേ ഞാൻ ഈ വണ്ടിയിൽ കണ്ടുള്ളൂ. അതായത് ഇപ്പോൾ ഈ ഒരു സംഭവം കണ്ട,
ഈ ഒരു ടാങ്കിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര ഗ്യാപ്പൊക്കെ ഉണ്ട്. അത് വെള്ളം പോകുമ്പോൾ ഉള്ളിലോട്ട് കയറി പോകുമെന്നുള്ളൊരു എന്താ പറയുക ഒരു ഡൗട്ട്. പക്ഷേ കയറത്തില്ല. പക്ഷെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഷാസിയുടെ വെൽഡിങ് കാര്യങ്ങളൊക്കെ ചില സ്ഥലത്തൊക്കെ ആ വെൽഡിങ് ഒക്കെ നല്ലപോലെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഷാസിയൊക്കെ ഫുൾ പൗഡർ കോട്ടഡ് ആണ് കേട്ടോ, നല്ല ക്വാളിറ്റി പെയിൻറ്റിങ് ആണ്. പക്ഷേ നമുക്ക് ആ വെൽഡിങ് ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര എക്സ്പോസ്ഡ് ആണ്. പിന്നെ ടാങ്ക് കണ്ടില്ല, 15.7 ലിറ്ററാണ് മാസീവായിട്ടുള്ള ടാങ്കാണ് വരുന്നത്. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ലോങ്ങൊക്കെ പോകാനായിട്ട് ഒരു ഫുൾ ടാങ്ക് അടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം പോകും. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏകദേശം ഒരു 24-25 മൈലേജ് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ലോങ്ങൊക്കെ പോകുമ്പോൾ അതിൽ കൂടുതൽ കിട്ടുമായിരിക്കും. ഞാൻ ഈ കൂടുതലും സിറ്റിക്കകത്തും പിന്നെ നമ്മുടെ ഇതുപോലത്തെ റോഡിലൊക്കെ ഇട്ടാണ് ഓടിച്ചേക്കണേ. അപ്പോൾ ലോങ്ങൊക്കെ പോകുമ്പോൾ മിക്കവാറും അതിൽ കൂടുതൽ കിട്ടിയേക്കാം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 100-150 കിലോമീറ്റർ അടുപ്പിച്ച് ഈ വണ്ടി ഇപ്പോൾ ഓടിച്ചു. കംഫർട്ടബിളാണ്. പക്ഷേ എന്താ പറയുക, നോട്ട് മൈ കൈൻഡ് ഓഫ് ബൈക്ക്. എനിക്ക് ക്രൂയിസർ വണ്ടികളോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഈ വണ്ടി നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കംഫർട്ടബിളാണ് വണ്ടി. ഈ 6ാമത്തെ ഗിയറിൽ തീട്ട് തന്നെ നമുക്ക് അത്യാവശ്യം എന്താ പറയുക സ്ലോ സ്പീഡിൽ വന്നാലും അവിടെ നിന്ന് വണ്ടി നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. ഗിയർ ചേഞ്ച് കാര്യങ്ങളൊന്നും എപ്പോഴും ചെയ്യേണ്ട. 6th ഗിയറിൽ ഇട്ടിട്ടെങ്കിൽ നല്ല സ്ലോവിൽ നമുക്ക് ഇങ്ങനെ ക്രൂയിസ് ചെയ്ത് പോകാൻ പറ്റും. നല്ല കംഫർട്ടബിളായിട്ട് തന്നെ നമുക്കിങ്ങനെ പോകാൻ പറ്റും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാനൊരു 60 താഴെ വന്നു. ഇപ്പോഴും വണ്ടി 6th ഗിയറിൽ തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാലും വണ്ടി നല്ല എക്സോസ്റ്റ് നോട്ടൊക്കെ കണ്ടിട്ട് നല്ല രസമാണ്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ്. പാരലറ്റിൻ്റെ സൗണ്ട് നമുക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള നോയ്സാണ്. ഈ വണ്ടിയിൽ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല ഇത് ഫുൾ ട്യൂൺഡാണ് ഈ വണ്ടി. എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ മാറ്റി ഇപ്പോൾ സ്റ്റോക്ക് എക്സോസ്റ്റാണ് വെച്ചേക്കണത്. ഇപ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ എക്സോസ്റ്റ് നോട്ടിന് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ്. ഞാനപ്പോൾ വണ്ടി ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് ഇതിൻ്റെ ഓവറോൾ ലുക്സ് കാര്യങ്ങളൊക്കെ ആ എക്സോസ്റ്റ് നോട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചും കേൾപ്പിച്ചും തരാം. അപ്പോൾ ഇതിങ്ങനെ എടുത്തുകൊണ്ട് പോകാനായിട്ടേ കുറച്ച് ഗ്യാപ്പ് ഇട്ടൊക്കെ നമ്മൾ ഇങ്ങനെ കയറ്റണം. നമ്മൾ ബാക്കി വണ്ടികളൊക്കെ ഇങ്ങനെ കുത്തി കയറ്റി പോകണ പോലെ ഈ വണ്ടിയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. എൻ്റെ അമ്മേ, ആ ബാക്ക് സസ്പെൻഷൻ അടി ശരിക്കും അറിയണ്ട കേട്ടോ. ഞാൻ അത് മാത്രമേ ഈ വണ്ടിയിലൊരു പോരായ്മ കാണുന്നുള്ളൂ. അത് കുറച്ചും കൂടി കംഫർട്ടബിൾ സസ്പെൻഷൻ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നൈസായേനെ. അപ്പോൾ ഈ വണ്ടികളുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഗ്യാപ്പ് ഇട്ട് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ തട്ടാനും മുട്ടാനൊക്കെ സാധ്യത കൂടുതലാണ്. അതെ, ഇതുപോലത്തുള്ള വഴികൾ, ഇതുപോലെ ചെറിയ ജെർക്കിങ്ങുള്ള വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ ഈ സാധനത്തിൻ്റെ മുകളിൽ കയറ്റി കാണിച്ചാൽ ഓരോ അടിയും ഞാൻ ബാക്കിൽ അറിയുന്നുണ്ട്. ബാക്ക് സസ്പെൻഷൻ്റെ എൻ്റെ വെച്ചി നമുക്കിങ്ങനെ കൗണ്ട് ചെയ്യാം എത്ര റൺ ചാടി എന്നുള്ളത്. അതുപോലത്തെ ഒരു സസ്പെൻഷനോട് ബാക്കിൽ കൊടുത്തേക്കണേ. ഈ വണ്ടിയുടെ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത് അതാണ്. എൻ്റെ അമ്മേ, കണ്ടാ കുഞ്ഞു കുഴി വരെ എനിക്ക് നല്ലപോലെ ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട്. അമ്മേ, പക്ഷേ ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് അത്ര അടി വരുന്നില്ല. ഫ്രണ്ട് സസ്പെൻഷൻ ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് കയ്യിൽ അത്രയും അടികൾ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പക്ഷേ ബാക്കാണ് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഞാനിങ്ങനെ കുലുങ്ങിയാണ് പോണത്. നല്ലപോലെ കുലുക്കറിയാൻ പറ്റുന്നുണ്ട്. ഈ ഞാൻ ബാക്കിലിരുന്ന് നോക്കിയിട്ടില്ല. ഇങ്ങനത്തെ വഴി കൂടെ ഈ പോകുമ്പോൾ ഈ ബാക്കിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നെനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഫ്രണ്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ബാക്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എവിടെയെങ്കിലും നൈസായിട്ട് ആളൊഴിഞ്ഞൊരു സ്ഥലം കാണുമ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള സെറ്റപ്പൊക്കെ കാണിച്ചു തരാം. കണ്ടാ, നല്ല റോട്ടിൽ കയറിയപ്പോൾ വണ്ടി എന്ത് കംഫർട്ടാണെന്നറിയോ. കട്ടറൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി ഭയങ്കര സ്മൂത്താണ്. ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ് വണ്ടി. ഇനി കുത്തിത്തിരിക്കാനുള്ള പാട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടാ, ഇത്രയും വീതിയുള്ള റോഡാണ്. ഒറ്റടിക്ക് വണ്ടി തിരിയത്തില്ല. ഒരു തിരിച്ച് ബാക്ക് എടുത്തിട്ടൊക്കെ വേണം ഇത് തിരിക്കാനായിട്ട്. ഓക്കെ, ആദ്യം തന്നെ എക്സോസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ടാണ് കേട്ടോ. നല്ല രസമാണ് കേൾക്കാനായിട്ട്. സോ ഓവറോൾ ഇതാണ് ഈ വണ്ടിയുടെ ടോട്ടൽ ലുക്സ് വരുന്നത്. കണ്ടില്ലേ, ഇത്ര നീട്ടുകൊണ്ട് വണ്ടി ഭയങ്കര
നീട്ടുണ്ട്, കണ്ടില്ലേ? ഫ്രണ്ട് ടയറും ബാക്ക് ടയറും തമ്മിലുള്ള ഒരു ലെങ്ത്ത് കണ്ടോ? ഇത്രയും നീട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി ഭയങ്കര സൈസാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും സൈസ് വരുമ്പോൾ എന്തായാലും ഊഹിക്കാമല്ലോ ആ 240 കിലോ എന്താണെന്നുള്ളത്. സോ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടിപ്പിക്കൽ റൗണ്ട് ഹെഡ് ലാമ്പ് തന്നെയാണ്, പക്ഷേ ഇത്തവണ LED ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കണ്ടില്ല, ആ പഴയ മോഡൽ സാധനങ്ങൾ തന്നെയാണ് വരുന്നത്. പിന്നെ അതെ, ഇതാണ് സസ്പെൻഷൻ. 43mm ഷോവയുടെ USD സസ്പെൻഷനാണ് വരുന്നത്. കണ്ടില്ല, C8ൻ്റെ ടയേഴ്സാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ടിൽ 100, 90, 19 ടയർ സൈസ് വരുന്നത്. ബാക്കിലോട്ട് വേണമെങ്കിൽ ബാക്കിൽ 150, 80, 16 ടയർ സൈസ് വരുന്നത്. ഈ ടയർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഈ സൈസ് എല്ലാ വണ്ടിക്കും വരുന്നൊരു സൈസല്ല. പിന്നെ എൻജിൻ ഭയങ്കര വലിയൊരു എൻജിനാണ്. 648cc പാരലൽ ട്വിൻ എയർ ഓയിൽ കൂൾഡ് എൻജിനാണ് ഇതിനകത്ത് വരുന്നത്. നല്ല രസമായിട്ട് അവരത് ബിൽഡ് ചെയ്ത് ഇതിനകത്ത് വണ്ടിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പൗഡർ കോട്ടഡ് ആണ് വരുന്നത്. പിന്നെ ഇത് കണ്ട ഈ വെൽഡിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കേണ്ടത്. ഇതാണ് സംഭവം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വെൽഡിങ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എടുത്ത് കാണിക്കുന്നുണ്ട്. അതാണ് ഒരു ചെറിയ അപാകത കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ ബാക്കിയെല്ലാം നല്ല പാക്കഡ് ആയിട്ടാണ്, വേറെ അധികം സ്പേസ് കാര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്, നല്ല കാര്യം. പിന്നെ ഈ സംഭവമൊക്കെ എക്സ്ട്രാ വെച്ചേക്കണം കേട്ടോ. ഫുഡ് പാക്ക് കാര്യങ്ങൾ. സീറ്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ്, കണ്ടില്ലേ? കുഴിഞ്ഞല്ല, സീറ്റൊക്കെ നല്ല കംഫർട്ടബിളാണ്. ഈ പില്ലിയൻ ഞാൻ ഇരുന്നിട്ടില്ല, അതുകൊണ്ട് എന്താ അവസ്ഥ എന്നറിയില്ല. പിന്നെ ഇതിനൊരു ബാക്ക് റെസ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് പൂരി വെച്ചൊക്കെയാണ്. ശരിക്കും ഈ മോഡലിന് ബാക്ക് റെസ്റ്റ് വരുന്നില്ല, നമ്മൾ എക്സ്ട്രാ പിടിപ്പിക്കണം. റോയൽ എൻഫീൽഡിൻ്റെ ആക്സസറി ആയിട്ട് അത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ബാക്ക് ഇതാണ് ലുക്ക് വരുന്നത്. നല്ല വലിയൊരു ടൈൽ സെക്ഷനാണ്. ഒരു കുഞ്ഞി റൗണ്ട് ഹെഡ് ലാമ്പ്, ഒരു കുഞ്ഞി റൗണ്ട് ടൈൽ ലാമ്പും ആ നോർമൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ കണ്ടില്ലേ ട്വിൻ എക്സോസ്റ്റ് ബാക്കിൽ നിന്ന് കണ്ടില്ലേ, നല്ല സൈസാണ് വണ്ടി. എന്തായാലും ഒരു അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഈ ക്രാഷ് കാർഡൊക്കെ ആഫ്റ്റർ മാർക്കറ്റാണ്, ഫീൽഡിൻ്റെ പോയി ക്രാഷ് കാർഡല്ല. ടാങ്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ 15.7 ലിറ്റേഴ്സാണ് ടാങ്ക് വരുന്നത്. നല്ല വലിയ ടാങ്കാണ് കേട്ടോ. പിന്നെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബാക്ക് ഡിസ്ക്. 300mm വലിയ ഡിസ്ക്കാണ് വരുന്നത്. വൈബ്രേഡ് തന്നെ കാലിപ്പറാണ് വരുന്നത്. സിൻറ്റഡ് ബ്രേക്ക് പാഡ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറച്ചും കൂടി ബെറ്ററാണ്. സ്വിങ്ങാമടക്കം പൗഡർ കോട്ടഡ് ആണ് വരുന്നത്. അത്രയും ക്വാളിറ്റിയിലാണ് വരുന്നത്. ഈ സസ്പെൻഷൻ ഇവനാണ് ഇതിൻ്റെ പ്രശ്നക്കാരൻ. ഇത് മാറ്റി കുറച്ചും കൂടി ഒരു കിഡിന് സസ്പെൻഷൻ വെച്ചാൽ സസ്പെൻഷൻ്റെ വൈസ് കംഫർട്ട് വൈസ് സെറ്റാണ്. പിന്നെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിലും അതുപോലെ തന്നെയാണ് ഇപ്പുറത്തിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല, ആകെ ഈ ഒരു സംഭവം മാത്രമേ വ്യത്യാസമുള്ളൂ. എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ അതെ, സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ വെച്ചേക്കണം കേട്ടോ. ഇതും വണ്ടിയിൽ വന്നല്ല, കാർബൺ റേസിങ്ങിൻ്റെ സാധനമാണ് വെച്ചേക്കണേ. ഇനി ഈ വണ്ടിയുടെ ഓരോ ലുക്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. ബാക്കി നമുക്കിനി ഓടിച്ചിട്ട് തന്നെ പറയാം. ആ സൗണ്ട് എന്ത് സ്വീറ്റാണെന്നറിയോ. എൻജിൻ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു എൻജിനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു എക്സോസ്റ്റ് നോട്ട്. ഇതിന് ശരിക്കും എക്സോസ്റ്റ് ഒന്നും മാറ്റാണ്ട് ഇത് കേട്ടിങ്ങനെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഓടിക്കണം. എക്സോസ്റ്റ് മാറ്റി നമ്മളിപ്പോൾ വേറെ വെച്ച് കഴിഞ്ഞാൽ ഒച്ചപ്പാടും പോലായിരിക്കും, അറിയാലോ. പക്ഷേ ഇത് ഇങ്ങനെ ഈ ഒരു സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ കംഫർട്ടബിളായിട്ട് ഇങ്ങനെ പോകേണ്ട ഒരു സുഖം എന്തായാലും അത് വെച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വണ്ടി അങ്ങനത്തെ ഒരു വണ്ടിയാണ്. പക്ഷെ ബാക്ക് സസ്പെൻഷൻ മാറ്റിയേ പറ്റുള്ളൂ കേട്ടോ. ഈ ബാക്ക് സസ്പെൻഷൻ വെച്ചുകൊണ്ട് ഓടിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ കുഴി ഇങ്ങനെ എണ്ണി എടുക്കുക. പിന്നെ ഈ മീറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മീറ്ററിനകത്ത് നമുക്ക് കൊടുത്തേക്കുന്ന സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൗണ്ട് ഇതിനകത്ത് കൊടുത്തേക്കുന്ന സംഭവങ്ങൾ എന്ന് പറയണത് ട്രിപ്പ് A, ട്രിപ്പ് B, ഓടോ, പിന്നെ നമ്മുടെ ടൈം കൊടുത്തിട്ടുണ്ട്, ഫ്യൂവൽ ലെവൽ കാണിക്കുന്നുണ്ട്, പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു കുഞ്ഞ് ഡയലിനകത്ത് വരുന്നത്. പിന്നെ RPM മീറ്റർ കാര്യങ്ങളൊന്നുമില്ല, സ്പീഡോമീറ്റർ മാത്രമേ ഉള്ളൂ. അതല്ല അനലോഗാണ് കൊടുത്തേക്കണത്. എനിക്ക് അനലോഗാണ് ഇഷ്ടം. ഡിജിറ്റലിനേലും അനലോഗ് ഇങ്ങനെ കയറി വരാൻ നല്ല രസമല്ലേ കാണാൻ. സോ ഈ വണ്ടിനെ പറ്റി അത്ര കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടേ ഈ വണ്ടി എടുക്കാവൂ. നേരെ പോയി ചാടി കയറി എടുക്കരുത്. എല്ലാവർക്കും ഈ വണ്ടി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു ഒന്നും വരത്തില്ല. കാരണം ക്രൂയിസറാണ്, ഇതിൻ്റെ റൈഡിങ് സ്റ്റൈൽ അങ്ങനെയാണ്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നമുക്ക് ഏത് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ പോയി കഴിഞ്ഞാലും ഈ വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് അവൈലബിൾ ആയിരിക്കും. സോ അടുത്ത വണ്ടി കിട്ടുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ.